പ്രിയമുള്ളവരെ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ജീവിതം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. മറ്റാരുടെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതം മാത്രമാണ്. വിവാഹമുണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്, പാരൻസ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് മക്കൾ ജനിക്കുന്നുണ്ട്. എന്നാലും മക്കളുടെ ലൈഫ് അവരുടെ തന്നെയാണ്. അവരെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമാണ് നമുക്കുള്ളത്. നിങ്ങൾ എന്നേക്കാൾ അറിവുള്ളവരാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തകരാറുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് നികത്താൻ പറ്റുന്ന ഒരു പവറിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ശരിയായ ദിശയിലേക്കല്ല പോകുന്നത്, ശരിയായ വഴിയിലേക്കല്ല പോകുന്നത്, അല്ലെങ്കിൽ ശരിയല്ല, അസ്വസ്ഥതകളാണ്, പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശക്തമായ ആക്ഷനുകൾ എടുത്തിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താനുള്ള ഇന്നർ പവർ നിങ്ങൾക്കുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ ജീവിതം ഒരു വണ്ടിയാണെങ്കിൽ അതിൻ്റെ സ്റ്റിയറിങ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വഴിതെറ്റി വന്നിട്ടുണ്ട് എങ്കിലും അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഈ വഴിക്ക് തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് കരുതി മുന്നോട്ട് പോകുന്നത് മണ്ടത്തരാണ്. ആ സ്റ്റിയറിങ് ഒന്ന് തിരിക്കാനുള്ള ശക്തിയും അതിനുള്ള റൈറ്റ്സും അതിനുള്ള ഇന്നർ സ്ട്രെങ്ത്തും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ജീവിതം ഒരു പസിൽ പോലെയാണ്. ആ പസിലിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അത് നിങ്ങൾ സോൾവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി ജീവിതം ഒരു കഠിനമായൊരു ക്വസ്റ്റ്യൻ പോലെയാണെന്ന് വിചാരിക്കാം. ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതണമെന്നേ ഉള്ളൂ. അതിന് ഏത് മെത്തേഡ് സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടണം, ഉത്തരത്തിനാണ് മാർക്കുള്ളത്. പക്ഷെ നിങ്ങൾ ഏത് മെത്തേഡ് എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുക, ദൈവം നിനക്ക് അതിനുള്ള റൈറ്റ്സ് തന്നിട്ടുണ്ട്. നിന്റെ ലൈഫിൻ്റെ ചോദ്യം കഠിനമായ ചോദ്യമാണെങ്കിൽ അതിന് ഉത്തരം നീ എന്തായാലും കണ്ടെത്തണം. പക്ഷെ നീ ഏത് മെത്തേഡ് വേണമെങ്കിലും അതിന് ഉപയോഗിച്ചോ. അതിൽ തിന്മ ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. നിനക്ക് വർക്കൗട്ട് ചെയ്യണം എന്നാണ് തുടങ്ങിയാൽ അങ്ങനെ ചെയ്യാം, ബ്രേക്ക് എടുക്കണം എന്നാണ് തോന്നുന്നത് അങ്ങനെ ചെയ്യാം, സെപ്പറേഷൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാം, കുറച്ച് നാൾ മിണ്ടാണ്ടിരിക്കണം എന്നാണ് തോന്നണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് നാൾ മെഡിറ്റേഷനിലേക്ക് പോകണം എന്നാണ് തോന്നണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബുക്ക് വായിക്കാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഹോബികളിലേക്ക് പോയി എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് നിങ്ങളിലേക്ക് ദൈവം തന്നിട്ടുള്ള ആ ജീവിതത്തിൻ്റെതായ ക്വസ്റ്റ്യനുകൾക്കൊക്കെ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ഇത് മറ്റൊരാൾക്കല്ല, ഞാനല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതേണ്ട ആൾ നിങ്ങൾ തന്നെയാണ്. ഈ ഉത്തരം എഴുതാനുള്ള പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളും അധ്യാപകരും ഇതുപോലെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്ന വീഡിയോസും വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഉത്തരം എഴുതേണ്ടത് ആരാണോ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നതിൻ്റെ ഉടയവൻ, അതിൻ്റെ ഒരു നിയന്ത്രണാവ് നിങ്ങൾ തന്നെയാണ്. മറ്റെന്തോ ഒരു ഒഴുക്കിൽ പെട്ട് ജീവിതം എങ്ങോട്ടോ പോകുന്നു എന്നൊരു തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട. അതിൻ്റെ നിയന്ത്രണം നിങ്ങളിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ നിയന്ത്രണം നമ്മൾ വല്ലാണ്ട് ഇമോഷണലി പലരുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ കുറച്ച് നാൾ അവരുടെ കയ്യിൽ കൊടുക്കും. അവരത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നിയ പോലെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ശരിയാവണില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ മേടിക്കും. പിന്നെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുഴപ്പമില്ല, എന്നെക്കാളും ബെറ്ററായിട്ട് എൻ്റെ ജീവിതത്തിനെ കുറിച്ച് അറിയാവുന്നത് വേറെ ആളാണ്, ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തു. ആ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതും ശരിയാവണില്ല. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കണം. അതൊരു കൗൺസിലറിൻ്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാവും, ധ്യാനഗുരുക്കന്മാരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കുന്ന ചില സിറ്റുവേഷനുകൾ ഉണ്ടാവും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഫേസ് ആയിരിക്കാം. പക്ഷെ എപ്പോഴും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, ആ ചരട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും അതിൽ തിരുത്തലുകൾ വരുത്താനും, തെറ്റിപ്പോയെന്ന് തോന്നിയാൽ അത് ശരിയാക്കാനും, ഓർഡറിലല്ല എന്ന് തോന്നിയാൽ അത് ഓർഡറാക്കാനും എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. അതില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശം നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾക്കുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു മെൻ്റൽ അബ്യൂസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ അബ്യൂസ് നേരിടുന്ന സമയത്ത് അതെന്താണെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടി മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് അവളുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്, അത് അവൾക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ താൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം ആ കുട്ടിക്ക് അത്രയൊന്നും കണ്ണിങ്ങായിട്ട് ചിന്തിക്കാനോ ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ കൂടെയുള്ള ആളുകൾ അവളുടെ അറിവില്ലായ്മയോ നിഷ്കളങ്കതയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ അവൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എനിക്കിതൊന്നും ശരിയാവുന്നില്ല, എനിക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങി, അവൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാണാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കിതൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ അവൾ ഹെൽപ്പ് തേടി നമ്മളെക്കാൾ അറിവുള്ള മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്.
അപ്പോൾ അവരൊക്കെ ഈ സൊസൈറ്റിയുടെ കുറേ നിയമങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ റിലീജിയൻ്റെ കുറേ നിയമങ്ങളാണ് പറയുന്നത്. മോളെ ഇതൊക്കെ സഫറിങ് ആണ്, സ്ട്രഗിളിങ് ആണ്, നീ ഇത് ഏറ്റെടുക്കണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല നിനക്ക്. അപ്പം അവൾ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്വയം ഒരു വിഷാദ രോഗിയായി മാറി, ഒരു മുറിയിലെ വാതിലും ജനാലും അടച്ചിരുന്ന് ഞാനൊരു വിഷാദ രോഗിയായി മാറി ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ എന്ത് നന്മയാണ് ലോകത്ത് സംഭവിക്കുന്നത്? ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മൂലം അവരൊരു രോഗിയായി മാറി ഒരു മുറിക്കുള്ളിൽ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അവളെ കുറിച്ചുള്ളത് ചിലപ്പോൾ പ്രാവർത്തികമാക്കാതെ പോയേക്കാം. അവളൊരു വിഷാദ രോഗിയാകണം എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച് മനോഹരമായ പദ്ധതികളുണ്ടെന്ന് പറയാം. അപ്പം മറ്റൊരാളുടെ പ്രവൃത്തി മൂലം ഒരാൾ രോഗം വരില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്നല്ല. മറ്റൊരാളുടെ പ്രവൃത്തി മൂലം ഒരാൾ രോഗിയായിട്ട് ഒരു മുറിക്കകത്ത് ഒരു പ്രാന്തിയെ പോലെ അടച്ചിരിക്കുന്ന അവസ്ഥയെ ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് തട്ടിക്കുകയോ അതിനേക്കാൾ മനുഷ്യൻ്റെ തിന്മ മൂലമാണ് ആ അവസ്ഥ അവൾക്കുണ്ടാകുന്നത്. അപ്പം അതിനെ വേർതിരിച്ചറിയാൻ നമുക്കൊരു വിവേകം വേണം. അപ്പം നമ്മൾ അവളോട് ഉപദേശിക്കുകയാണ്. അപ്പം ചില ഉപദേശകർ അവളെ ഉപദേശിക്കുകയാണ്, ഇത് നിൻ്റെ വിളിയാണ്, നിനക്കിത് നീ ഇങ്ങനെ ഈ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ നിനക്കത് നന്മയായിട്ട് മാറും എന്നൊക്കെ ഉപദേശിക്കുകയാണ്. പക്ഷെ ആ വ്യക്തിക്ക് അത് നിരന്തരമായ ഒരു സഫറിങ് ആയിട്ട് മാറി അവർ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. പിശാചിൻ്റെ വഴിയിലേക്ക് പോകാൻ സ്വയം തീരുമാനിക്കുന്നു. എന്നെ സഹായിക്കാൻ പറ്റാത്തൊരു ദൈവം സ്വയം നശിക്കാൻ തീരുമാനിക്കുന്നു. പല പല വഴികളിലൂടെ പോകുന്നു. ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ സെക്ഷ അബ്യൂസുകളുടെ ആ ഒരു അബ്യൂസുകളല്ല, ഈ മെൻ്റൽ അബ്യൂസിനെ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന പാപങ്ങളിലേക്ക് പോയേക്കാം, അവിഹിത തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയേക്കാം. ആരാണോ, അതായത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു തകിടം മറിഞ്ഞൊരു ജീവിതമായിട്ട് ആ വ്യക്തിയുടെ മാറിയേക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ അവളോട് ഉപദേശിക്കുകയാണ്, അല്ല ഇതൊക്കെ ദൈവഹിതമാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്നല്ല അവിടെ പറയണത്. അവിടെ ആ കുട്ടിക്ക് ശരിയായ വഴിയിലേക്ക് പോകാൻ വേണ്ടി ആ കുട്ടിയെ എന്താണോ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് അവിടെ ചെയ്യേണ്ടത്. അത് അവളുടെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാൻ നമ്മൾ അവളെ സഹായിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്ത്, അനാവശ്യമായിട്ടുള്ള മോറൽ ബോധ്യങ്ങൾ ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് മനുഷ്യന്മാരുടെ ജീവിതം കൂടുതലോട്ട് ഇരുട്ടിലാക്കുന്ന ഒരു പ്രവണത റിലീജിയസ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് വരുന്നുണ്ട്, സൊസൈറ്റിയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം പറ്റണില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കൃപ വായിക്കണം, കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ധ്യാനത്തിന് പോകണം. ഇതെല്ലാം ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ആത്മാവിൽ അതൊരു പാപം നിറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആത്മാവിൽ ഞാൻ അന്ധകാരത്തിലേക്ക് പോകുന്നു, ഞാൻ പിശാചിൻ്റെ അടിമയായി പോകുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ആന്തരിക സ്വരം കേട്ട് എനിക്ക് നന്മയായൊരു തീരുമാനമെടുത്ത് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളൊരു മെൻ്റൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുക എന്ന് കർത്താവിന് കാണുന്നുണ്ട്. എന്നിട്ടും നിങ്ങളവിടെ മറ്റേ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നൊരു ദൈവമില്ല. നിങ്ങളുടെ ആത്മാവും വിലയുള്ളതാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ വിലയും നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച് സ്വയം നിങ്ങൾ നശിക്കുന്നില്ലേ, ആത്മാവിൻ്റെ വിലയൊക്കെ സ്വർഗത്തിലുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഒരാളെ രക്ഷിക്കാനും ഒരു സഹനത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴും നിങ്ങളൊരു അബ്യൂസിനെയൊക്കെ നിങ്ങൾ ടോളറേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആത്മാവ് സേഫാണോ? ഈ സഫറിങ് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ അന്ധകാരത്തിലാണോ? നിങ്ങൾ സ്വയം നശിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ദൈവം എങ്ങനെയാണ് നിന്നോട് മറ്റേ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഇതേ സഫറിങ് ഏറ്റെടുക്കാൻ നിങ്ങളോട് പറയാം? അപ്പം നിങ്ങളുടെ ആത്മാവിനൊരു വിലയില്ലേ? അതിനകത്തൊരു ലോജിക്ക് പോലും ഇല്ലല്ലേ? ഒരു സ്പിരിച്വൽ ട്രൂത്തിനോട് അപ്പുറത്തേക്ക് അതിനൊരു ലോജിക്ക് പോലും ഇല്ല. ആദ്യം നീ നിന്നെ രക്ഷിക്കണം, എന്നിട്ട് നിന്നെ രക്ഷിച്ച് കഴിഞ്ഞിട്ട് ശക്തി ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവരെ രക്ഷിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതമാണിത്. ഇതിനകത്ത് രഹസ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറ്റൊരാൾക്ക് കേൾക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതമാണ്. നിങ്ങൾക്കാണ് അറിയുക അതെന്താ സംഭവം എന്ന്. നിങ്ങൾക്ക് മാത്രമാണെന്ന് അറിയാതെ അത് എന്തുമാത്രം പെയിൻഫുള്ളാണ്, അത് നിങ്ങളിൽ എന്തുമാത്രം ആന്തരിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്, എന്തുമാത്രം നിങ്ങളെ അത് നന്നാക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്കാണ് അറിയുക. നിങ്ങളെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം എടുക്കുക പറഞ്ഞ് നിങ്ങളെ കൂടുതൽ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന നിയമ സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കണം. ബൈബിള് പറയുന്നുണ്ടല്ലോ, ഒരാളെ നമ്മൾ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി കരയും കടലും ഒക്കെ കടക്കും. കൂട്ടത്തിൽ ചേർന്ന് കഴിയുമ്പോൾ അവനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവൻ്റെ തലയിൽ ആക്കുവാണ്. ഒരുപാട് നിയമങ്ങൾ നിറഞ്ഞ
ഒരു സമൂഹ സംവിധാനം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് കർത്താവ് നിയമത്തിന് പകരം സ്നേഹം എന്നവിടെ എഴുതി ചേർത്തത്. ഈശോയിൽ പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ നീറി മുന്നോട്ട് പോകുന്ന അവസ്ഥകളുണ്ടല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള അറിവ് വേറൊരാൾക്കില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ടെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെ ചില ദുഃഖങ്ങളുണ്ട്. അത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഉപദേശിക്കുന്ന പുരോഹിതന്മാർക്കോ സന്യസ്തർക്കോ എനിക്കോ മനസ്സിലാവില്ല. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ. ആ സഹനത്തിനെ ഏറ്റെടുക്കാനുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് എങ്കിൽ ആ സഹനങ്ങൾ നിങ്ങളെ നശിപ്പിക്കില്ല. ആ സഹനങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാനും, നിങ്ങൾ നന്നായി ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും, അങ്ങനെ നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകാനും കൃപ കിട്ടുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങൾ ചെയ്തിൽ ഇടപെടുക. പക്ഷെ കൃപ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അന്ധകാരത്തിൽ പോകും, നിങ്ങൾ തെറ്റായ വഴികളിലേക്ക് പോകും, നിങ്ങൾ സ്വയം നശിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇത് നിന്റെ ജീവിതമാണ്, നിന്റെ ആത്മാവിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണുള്ളത്. നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അത് ഒരു നോട്ട് ക്രിറ്റിസൈസിങ്, പക്ഷെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒരു പുരോഹിതന് പോലും നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ല. ആത്മാവിനെ രക്ഷിക്കാൻ നിന്നെ പ്രചോദിപ്പിക്കാനും പരിശീലിപ്പിക്കാനേ കഴിയത്തുള്ളൂ. പുരോഹിതന്മാർക്കും സന്യസ്തർക്കും നിന്റെ ആത്മാവിനെ, അവൻ്റെ ആത്മാവിനെ ഞാൻ രക്ഷിക്കാം എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പ്രസംഗിക്കാൻ കഴിയും, അവർക്ക് കുദാശകൾ തരാൻ സാധിക്കും, പക്ഷെ അൾട്ടിമേറ്റ്ലി നീയാണ് തീരുമാനിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ എസ്സിലാണ് തീയും വെള്ളവും അവിടെ ഉണ്ട്, നിന്റെ എസ്സിലാണ് നിന്റെ രക്ഷ ഇരിക്കുന്നത്. സോ ആത്മരക്ഷ വളരെ 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 വ്യക്തിപരമായതുകൊണ്ട് നിന്റെ ആത്മാവിൽ നടക്കുന്ന കാര്യങ്ങളെ നീ സൂക്ഷ്മതയോടുകൂടെ പരിശോധിക്കുക. അതിനുശേഷം നിന്റെ ആത്മാവിൽ ഇരുട്ട് നിറയുന്ന ചില മേഖലകളെ നിങ്ങൾക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്നും വേണ്ട, ആ ഒരു പ്രശ്നത്തിൽ നിന്നും എനിക്ക് എന്നെ പുറത്ത് കടത്തണം, അതെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാർന്ന് തിന്നുകൊണ്ടിരിക്കുവാണെന്ന് തോന്നിയാൽ ആര് പറയുന്നത് കേൾക്കരുത്, നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കണം. ഇനി അങ്ങനെയല്ല എങ്കിൽ അത് സ്വീകരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ മറ്റൊരാളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കാൻ പാടുള്ളൂ. സെൽഫ് സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തണം, ഈ സാക്രിഫൈസിന്റെ കൂട്ടത്തിൽ നിങ്ങളെന്ന ആത്മാവും നശിക്കുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങൾക്ക് മനസ്സിലായ എല്ലാ കാര്യവും എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് കേൾക്കുന്ന ആളുകൾ അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചാൽ, അതായത് ഒരു സഹനം ഉണ്ടാകുമ്പോഴേക്കും അയ്യോ ഇത് എൻ്റെ ആത്മാവ് നശിക്കും, എൻ്റെ ആത്മാവ്, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല കേട്ടോ. മറിച്ച് നിരന്തരമായ വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും കുരിശുയാത്രയിലൂടെയും കടന്നുപോയതിന് ശേഷവും അവിടെ ഒരാളും ഉയർപ്പിക്കപ്പെടുന്നില്ല, ഒരാളും രക്ഷിക്കപ്പെടുന്നില്ല, നിങ്ങൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന വളരെ മൈന്യൂട്ടായ ചില അനുഭവങ്ങളുള്ള മനുഷ്യന്മാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തുക, എന്നിട്ട് നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ പോവാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.